ഡിയർ സ്റ്റുഡൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓംസ് ലോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള ബന്ധമൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് ഓംസ് ലോ ഡിറൈവ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാം. ഓംസ് ലോ ഏതൊരു നിയമവും അതിന് ഡെറിവേഷൻ ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പേ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഒന്നും കൂടി ഓർത്ത് വയ്ക്കാം. നമുക്കറിയുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷനാണ്. വി ഡി ഇസിക്കൽ ടു മൈനസ് ഇ ടോ ബൈ എം. ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ടോ ഇസ് ദ റിലാക്സേഷൻ ടൈം ആൻഡ് എം ഇസ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ. നെഗറ്റീവ് സൈൻ വരാനുള്ള കാരണം ഇലക്ട്രോൺ ആണ് ഡ്രിഫ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് പറയുന്നത്. സോ ചാർജ് ഓഫ് ഇലക്ട്രോൺ നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു. കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതിയത് ഐ ഇസിക്കൽ ടു എൻ എ ഇ വി ഡി എന്നുള്ളതാണ്. അവിടെ നമ്മൾ പോസിറ്റീവ് സൈൻ ആണ് എടുത്തിട്ടുള്ളത്. ആക്ച്വലി ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ നെഗറ്റീവ് സൈനാണ് വരണം. പക്ഷെ ആ നെഗറ്റീവ് സൈൻ വരികയാണെങ്കിൽ അത് ഇലക്ട്രോണിക് കറണ്ടാണ്, ഇലക്ട്രോണുകളുടെ ഫ്ലോ കൊണ്ടുള്ള കറണ്ടാണ്. നമ്മൾ ഇലക്ട്രോണുകളുടെ ഫ്ലോ കൊണ്ടുള്ള കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് സാധാരണ കൺവെൻഷണൽ കറണ്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് സൈൻ ഒഴിവാക്കുന്നു. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ നെഗറ്റീവ് സൈൻ ഒഴിവാക്കിയിട്ട് എ ടോ ബൈ എം മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നത്. മറ്റൊരു ഇക്വേഷൻ നമുക്കറിയുന്നത് ഓംസ് ലോ തന്നെയാണ്. വി ഈക്വൽ ടു ഐ ആർ, ആർ ഈക്വൽ ടു വി ബൈ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറണ്ടിൻ്റെ ഇക്വേഷനിൽ ഐ ഇസ് ഈക്വൽ ടു എൻ എ ഇ വി ഡി എന്ന് പറയുന്ന ഇക്വേഷനിൽ വി ഡി ഇസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി. വി ഡി വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഡിയുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷനിൽ ടോ എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. സോ ഇൻഡയറക്റ്റ് ആയിട്ട് കറണ്ടിൻ്റെ ഇക്വേഷനിൽ ടോ എന്ന് പറയുന്ന ടേം വരും. ടോ എന്താണ്? റിലാക്സേഷൻ ടൈമാണ്. അപ്പോൾ റിലാക്സേഷൻ ടൈം മാറ്റം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കറണ്ട് മാറും. കറണ്ട് മാറിയാൽ ആർ ഈക്വൽ ടു വി ബൈ എന്നുള്ള ഇക്വേഷനിലും മാറ്റം സംഭവിക്കും. അപ്പോൾ നമുക്ക് ആർ ഈക്വൽ ടു വി ബൈ ഐ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആർ ഈക്വൽ ടു വി ബൈ ഇസ് എ കോൺസ്റ്റന്റ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ആർ ഇസ് എ കോൺസ്റ്റന്റ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് ഓംസ് ലോ ഡെറിവേഷൻ വരിക. സോ റെസിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ കണ്ടെത്തുകയും ആ ഇക്വേഷൻ ഒരു കോൺസ്റ്റന്റ് ആണെന്ന്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഓംസ് ലോ പ്രൂവ് ചെയ്ത പോലെയായി. ഇവിടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ റിലാക്സേഷൻ ടൈം വരുന്നുണ്ട്. റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ കൊളീഷന് ഇടയ്ക്കുള്ള സമയമാണ് റിലാക്സേഷൻ ടൈം. സോ ഇറ്റ് ഈസ് ദ ആവറേജ് ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ ഓഫ് എൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ അടുത്തടുത്ത് രണ്ട് കൊളീഷനിൽ ഇടയ്ക്കുള്ള ഒരു ആവറേജ് ടൈം ഇൻ്റർവലാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടക്ടറിനെ ഹീറ്റ് ചെയ്ത് വിചാരിക്കും. കണ്ടക്ടറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തെർമൽ എനർജി വർദ്ധിക്കും. സോ ഇലക്ട്രോണുകൾ കൂടുതൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയും ചെയ്യും. ഇലക്ട്രോണുകൾ കൂടുതൽ വേഗതയിൽ മൂവ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് പെട്ടെന്ന് കൊളീഷൻസ് ഉണ്ടാവാം. നേരത്തെ ഉണ്ടായ കൊളീഷനേക്കാളും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വേഗത്തിൽ കൊളീഷൻ ഉണ്ടാവാം. പെട്ടെന്ന് കൊളീഷൻ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ വേഗത്തിൽ കൊളീഷൻ ഉണ്ടാവുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ രണ്ട് കൊളീഷൻ ഇടയ്ക്കുള്ള സമയത്തിന് സംഭവിക്കും, അത് കുറയായിരിക്കും അല്ലേ. സോ റിലാക്സേഷൻ ടൈം കുറയുന്നു. ഒരു കണ്ടക്ടറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൊളീഷൻസ് ഉണ്ടാവുകയും കൊളീഷൻ്റെ എണ്ണം വർദ്ധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് റിലാക്സേഷൻ ടൈം കുറയുകയും ചെയ്യും. റിലാക്സേഷൻ ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയും. ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് കുറയും? കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടും. സോ ഒരു കണ്ടക്ടറിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയാനുള്ള കാരണം. സോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്ന വാല്യൂ for a particular material constant ആയിരിക്കും. At constant temperature, relaxation time will be a constant for a particular material. So, drift velocity may be a constant for a particular material, then current value മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണ്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ദ ഡെറിവേഷൻ ഓഫ് ഓംസ് ലോ. അതിനുവേണ്ടി നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ നമുക്കറിയാം വി ഡി ഇസിക്കൽ ടു ഇ ടോ ബൈ എം എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ ഒഴിവാക്കിയിട്ടുണ്ട്. നെഗറ്റീവ് സൈൻ എന്തുകൊണ്ട് ഒഴിവാക്കിയുള്ളത്?
കറണ്ട് കാണുമ്പോൾ നമുക്ക് ഡിസ്റ്റ് വെലോസിറ്റി പോസിറ്റീവ് സൈൻ മതി. കൺവെൻഷണൽ കറണ്ട് ആകുമ്പോൾ പ്ലസ് മതി. ഇലക്ട്രോണിക് കറണ്ട് ആകുമ്പോൾ മൈനസ് സൈൻ അല്ലേ. നൗ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് V വോൾട്ട് ഈസ് അപ്ലൈഡ് അക്രോസ് എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L. L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് V വോൾട്ട് കൊടുത്തിരിക്കുന്നു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം. E=V/L ആണ് അല്ലേ. E=V/L. വോൾട്ടേജും ലെങ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഇയുടെ മാഗ്നിറ്റ്യൂഡാണ് E=V/L എന്ന് കാണാൻ പറ്റും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്ക് പകരം V/L എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഇക്വേഷനിലേക്ക് എത്താം. കറണ്ടിൻ്റെ ഇക്വേഷനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് I=NI/VD എന്ന് പറഞ്ഞ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടറാണ്. N ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്. അതാണെങ്കിൽ കറണ്ട് കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം. I=NAE/VD എന്നുള്ളതാണ്. ഇവിടെ വി ഡിക്ക് പകരം ഡിസ്റ്റ് വെലോസിറ്റിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. തൊട്ട് മുകളിൽ കിട്ടിയിട്ടല്ലേ EV/ml എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നോ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു രീതി ചിന്തിക്കാം. ഒരു ഡിസ്റ്റ് വെലോസിറ്റി നിങ്ങൾ -E/m എന്ന് എടുത്തോളൂ, അതിൻ്റെ സൈൻ അടക്കം കൊടുത്തോളൂ. പക്ഷേ ഇവിടെ അപ്പോൾ നിങ്ങൾ ഇവിടെയും നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ടി വരും. കാരണം നമുക്കറിയാം ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ അല്ലേ. -dV/dx ആണ്. ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സൈൻ കൊടുത്താൽ സ്വാഭാവികമായിട്ട് ഇവിടെയും നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇവിടെ പ്ലസ് എടുത്തുകൊണ്ട് ഇവിടെയും പ്ലസ് എടുത്തു, അത് ഉദ്ദേശിക്കുന്നുള്ളൂ. എനിവേ ഡിസ്റ്റ് വെലോസിറ്റിയുടെ വാല്യൂ പ്ലസ് ആയിട്ടാണ് എടുക്കുന്നത് കറണ്ട് കാണുമ്പോൾ, കൺവെൻഷണൽ കറണ്ടിൻ്റെ കേസിൽ. നോ ആ വാല്യൂ EV/ml എന്നുള്ള വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. NAE/EV/ml which means NAE²V/ml എന്നായി. So current is given by NAE²V/ml. നമുക്ക് കിട്ടിയുള്ള ഇക്വേഷൻ ഇപ്പോൾ കറണ്ട് ഇക്വേഷൻ NAE²V/ml എന്നുള്ളതാണ്. ദെൻ ഈ ഇക്വേഷനിൽ ഒരു വോൾട്ടേജ് ഉണ്ട്, V എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട്, I എന്ന് പറയുന്ന കറണ്ടും ഉണ്ട്. V/I എന്തായിരിക്കും? I/V. ഇപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ I ആണുള്ളത്, റൈറ്റ് ഹാൻഡ് സൈഡിലാണ് V ഉള്ളത്. I/V ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ NE²A/ml ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് V/I ആണ്. കാരണം വോൾട്ടേജ് ബൈ കറണ്ട് ആണല്ലോ വേണ്ടത്. അതാണല്ലോ ഒരു കോൺസ്റ്റന്റ് പ്രൂവ് ചെയ്യേണ്ടത്. സോ കറണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ബാക്കി ടേംസിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. സോ V/I എന്ന് കിട്ടും. V/I =mL/NE²A എന്ന് കിട്ടും. ഫോർ എ പെർട്ടിക്കുലർ കണ്ടക്ടർ, ഒരു ഗിവൺ കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ടക്ടർ തന്നിട്ടുണ്ട്, ആ കണ്ടക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗിവൺ ലെങ്ത്ത്, അതിൻ്റെ ലെങ്ത്ത് ഒരു കോൺസ്റ്റന്റ് ആക്കി എടുക്കാൻ പറ്റും നമുക്ക്. നമ്മുടെ കയ്യിലുള്ള കണ്ടക്ടർ പെർട്ടിക്കുലർ കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയയും കോൺസ്റ്റന്റ് ആണ്. നമ്മൾ മാറ്റാതെ അതിൻ്റെ ഏരിയ മാറില്ല, നമ്മൾ മാറ്റാതെ അതിൻ്റെ ലെങ്ത്ത് മാറില്ല. സോ ഫോർ എ പെർട്ടിക്കുലർ കണ്ടക്ടർ ഓഫ് ഗിവൺ ലെങ്ത്ത് L ആൻഡ് ഏരിയ ക്രോസ് സെക്ഷൻ A, L/A ഈസ് എ കോൺസ്റ്റന്റ്. നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ പെർട്ടിക്കുലർ മെറ്റീരിയലാണ്. നമ്മൾ കോപ്പർ ആണെങ്കിൽ കോപ്പർ, അയൺ ആണെങ്കിൽ അയൺ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ മാറ്റുന്നില്ലെങ്കിൽ N ഈസ് ആൾസോ എ കോൺസ്റ്റന്റ്. N കോൺസ്റ്റന്റ് ആണ്, റിലാക്സേഷൻ ടൈം കോൺസ്റ്റന്റ് ആണ്. റിലാക്സേഷൻ ടൈം കോൺസ്റ്റന്റ് ആവുന്നത് എപ്പോഴായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞു അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറാണ്. സോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ടോ ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ഓൾ അതർ ടേംസ് ആർ കോൺസ്റ്റന്റ്. ഈസ് ഒബിയസ്ലി കോൺസ്റ്റന്റ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. സോ ഓൾ ദീസ് ടേംസ് ആർ കോൺസ്റ്റന്റ്. mL/NE²A tau is a constant, which means V/A is a constant, which means R is a constant. R is given by, R is the resistance. Resistance of conductor is given by mL/NE²A tau. So what is the equation of resistance of a conductor of given length L and area cross section A? It is given by mL/NE²A tau, where m is the mass of electron, L is the length of the conductor, N is the number of electrons per unit volume in the conductor, E is the charge of electron, A is the area of cross section of the conductor, and tau is the relaxation time. So we have proved that R is a constant at a constant temperature. Why? Because if the temperature is changed, if the conductor is heated or cooled, relaxation time will change. So R is a constant only when tau is a constant, and all other terms are constant for a particular conductor. Now we will find the relation between electron density and relaxation time.
അപ്പോൾ റെസിസ്റ്റിവിറ്റി ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം ആണ് നോക്കുന്നത്. നോക്കൂ, ദ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ഇസ് ഗിവൺ ബൈ ആർ ഇസ് ഇക്വൽ ടു റോ എൽ ബൈ എ. മുമ്പ് പറഞ്ഞ ഇക്വേഷൻ ആണ്. where rho is a constant known as resistivity of the conductor. Also, നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ R equal to ml by n e square a tau എന്നാണ്. കമ്പയർ ദീസ് ടു ഇക്വേഷൻസ്. ഈ ഇക്വേഷനും തൊട്ട് മുമ്പ് കിട്ടിയ ഇക്വേഷനോട് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓൾറെഡി ഇവിടെ എൽ ബൈ എ ഉണ്ട് അല്ലേ. എൽ ബൈ എ ഈ ഇക്വേഷനിൽ എൽ ബൈ എ ഉണ്ട്. ബാക്കി ടേംസ് ഒക്കെ എന്തായിരിക്കും? ദെൻ റോ ആയിരിക്കും. ഒബ്വിയസ്ലി റോ ഈസ് ഇക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ. So resistivity of a conductor is given by m by n is square tau. ഈ ഇക്വേഷൻസ് ഒക്കെ തന്നെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇക്വേഷനൊക്കെ ആവശ്യം വരും. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ വേണ്ടി വരാം, റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ വേണ്ടി വരാം. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും ഹയർ സെക്കൻഡറി എക്സാമിനേഷനായാലും ഏത് എക്സാമിനേഷൻ ആയാലും ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. Again, മറ്റൊരു കാര്യം കൂടെ നമുക്ക് പരിശോധിക്കാം. റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ഡെൻസിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്തായിരുന്നു? കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി അല്ലേ. സിഗ്മ ഈസ് ഇക്വൽ ടു 1/ρ. നോ, നമുക്ക് അറിയുന്ന ഇക്വേഷനാണ് ഐ ഈസ് ഇക്വൽ ടു എൻ എ ഇ വി ഡി എന്നുള്ള ഇക്വേഷൻ. എഗെയിൻ വി ഡിക്ക് വേറെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഇ ടോ ബൈ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ നേരത്തെ കിട്ടിയുള്ളത് ഇക്വേഷനാണ് ഐ സ്കെൽ ടു എൻ ഇ സ്ക്വയർ എ ഇ ടോ ബൈ എം. ഇവിടെ നമ്മൾ ഇക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. മുമ്പ് ഇക്ക് വേറെ ഇവിടെ വി ബൈ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓംസ് ലോ പ്രൂവ് ചെയ്തത്. പക്ഷെ ഇവിടെ ഇതാക്കാൻ വി ബൈ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. ദെൻ ഐ ബൈ എ എന്താണ്? വാട്ട് ഇസ് ഐ ബൈ എ? ഐ ബൈ എ ഇവിടെ ഉണ്ട്, എ കൂടി എൽ എച്ച് സിക്ക് പോകുന്നു. സോ ഐ ബൈ എ ഈസ് ദ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ അല്ലേ, വിച്ച് ഇസ് നോൺ ആസ് കറണ്ട് ഡെൻസിറ്റി. സോ ഐ ബൈ എന്താ കിട്ടുക? ഐ ബൈ ഈസ് ഇക്വൽ ടു എൻ ഇ സ്ക്വയർ ഇ ടോ ബൈ എം കിട്ടി. കറണ്ട് ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ എൻ ഇ സ്ക്വയർ ഇ ടോ ബൈ എം. സോ കറണ്ട് ഡെൻസിറ്റി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ജെ ആയിട്ടാണ്, ലെറ്റർ ജെ ആണ്. സോ ലെറ്റർ ജെ ആണ് ഈ ഓൾറെഡി കിട്ടിയിട്ടുള്ളത്, വിച്ച് ഇസ് ഗിവൺ ബൈ എൻ ഇ സ്ക്വയർ ഇ ടോ ബൈ എം. എഗെയിൻ തൊട്ട് മുമ്പ് മനസ്സിലാക്കിയുള്ളത് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനാണ്. റെസിസ്റ്റിവിറ്റി ഈസ് ഗിവൺ ബൈ എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്നാണ്. ഇവിടെ നോക്കിക്കോ, എം താഴത്തുണ്ട്, എൻ ഇ സ്ക്വയർ ടോ മുകളിലുണ്ട്. സോ ഇവിടെ റെസിസ്റ്റിവിറ്റി ആണ് റോ, എം ബൈ എൻ ഇ സ്ക്വയർ ടോ ആണെങ്കിൽ ഇവിടെ അതിൻ്റെ റെസിപ്രോക്കൽ ആണല്ലേ. സോ റെസിപ്രോക്കൽ ആകുമ്പോൾ പറയുമ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇ ബൈ റോ എന്ന് എഴുതാം. സോ എഗെയിൻ നമുക്ക് കിട്ടിയത് ജെ ഈക്വൽ ടു ഇ ബൈ റോ എന്നാണ്. ജെ ഈക്വൽ ടു ഇ ബൈ റോ. 1/ρ is given by conductivity, which is sigma. So J equal to sigma E. Conductivity is the reciprocal of resistivity. So we get a final equation ആണ് J equal to sigma E. This is also another form of Ohm's law. ഇത് Ohm's lawയുടെ മറ്റൊരു ഫോം തന്നെയാണ്. V is equal to നമ്മൾ IR എന്ന് പറയുന്ന അതേപോലെ തന്നെയുള്ള മറ്റൊരു ഫോമാറ്റാണ് J equal to sigma E എന്ന് പറയുന്നത്. കാരണം ഓംസ് ലോയുടെ ആ ഒരു കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇത് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഓംസ് ലോ പോലെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ബേസിക്കലി ഐ ആർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു ഇക്വേഷനാണ് J equal to sigma E, where J is the current density, sigma is the conductivity and E is the intensity of electric field. ഓംസ് ലോ പറയുമ്പോൾ V is equal to IR പറയുമ്പോൾ V is the voltage, അതിന് വേറെ ഇവിടെ intensity of electric field. I is the current, അതിന് വേറെ ഇവിടെ current density. R is the resistance, അതിന് വേറെ ഇവിടെ conductivity. So it is similar to Ohm's law. Now ഈ ഒരു സെക്ഷൻ്റെ അവസാനമായിട്ട് നമുക്ക് ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണിത്. ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ്. ഓംസ് ലോ ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ ബേസിക് ലോ ഇൻ നേച്ചർ. അതൊരു ബേസിക് ലോ അല്ല. നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഒക്കെ പറയുന്ന പോലെ ഒരു ബേസിക് ലോ അല്ല. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ പ്രത്യേകത അത് യൂണിവേഴ്സിൽ എവിടെയും ഏതൊരു കോർണറിലും അത് അപ്ലിക്കബിൾ ആവുന്നുള്ളതാണ്. പക്ഷേ ഓംസ് ലോ അങ്ങനെയല്ല. ഓംസ് ലോ ഒരു ബേസിക് ലോ അല്ല. പല കേസിലും ഓംസ് ലോ നമുക്ക് അപ്ലിക്കബിൾ ആവില്ല, അല്ലെങ്കിൽ ഓംസ് ലോ വയലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഓംസ് ലോ. ചില കേസുകളിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഒരു ലീനിയർ റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടി സാധിക്കില്ല. എന്താണ് ഓംസ് ലോ പറയുന്നത്? വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കണ്ടീഷൻ വന്നു. ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ, കണ്ടക്ടറിന് ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രൊപ്പോർഷണാലിറ്റിയിൽ മാറ്റം വരും. സോ അങ്ങനെയാണെങ്കിൽ അത് കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ, അത്തരത്തിലുള്ള കണ്ടീഷൻസ് വരുന്നതുകൊണ്ട് തന്നെ ഓംസ് ലോ നമുക്കൊരു ബേസിക് ലോ ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. സോ ഓംസ് ലോ ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് അറ്റ് അണ്ടർ ഓൾ കണ്ടീഷൻസ്
as it is not a fundamental law of nature like Newton's law. It is obeyed by metallic conductors only when physical conditions like temperature, pressure, etc. are kept constant. So physical conditions കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ മാത്രമേ ഉള്ളൂ ഓംസ് ലോ നമുക്ക് ഒബേ ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓംസ് ലോ ഇസ് നോട്ട് എ ബേസിക് ലോ. ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഓംസ് ലോയുടെ എവിടേക്കാണ് ഓംസ് ലോ വയലേറ്റ് ചെയ്യുന്നുള്ള പ്രത്യേക ഓരോന്നോരോന്നായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. At high currents, conductors show a slight deviation from the proportionality between voltage and current. At high current എന്ന് സംഭവിക്കുക, വളരെ വലിയ കറണ്ട് കടന്നു പോകുമ്പോൾ കണ്ടക്ടർ ഹീറ്റ് ആവും. നമുക്കറിയാം അക്കോർഡിംഗ് ജൂൾസ് ലോ അനുസരിച്ച് കണ്ടക്ടർ ഹീറ്റ് ആവും. കണ്ടക്ടർ ഹീറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വയലേറ്റ് ചെയ്യും? ഓംസ് ലോ വയലേറ്റ് ചെയ്യും. ഒബ്വിയസ്ലി കണ്ടക്ടർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓംസ് ലോ വയലേറ്റ് ചെയ്യും. സോ അത് ഹൈ കറണ്ടിൽ ഓംസ് ലോ വയലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ലോ കറണ്ടിലാണ് ഓംസ് ലോ കൃത്യമായിട്ട് ഒബേ ചെയ്യുന്നുള്ളൂ. ഈ ഗ്രാഫ് നോക്കൂ. ഈ ഗ്രാഫിൽ ദ ഡാഷ്ഡ് ലൈൻ റെപ്രസെൻറ്റ് ദ ലീനിയർ ഓംസ് ലോ. യഥാർത്ഥത്തിൽ വേണ്ട ഗ്രാഫാണ് ഇത് കാണുന്നത്, ഈ ഡാഷ്ഡ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അതാണ് ആക്ച്വലി ഓംസ് ലോ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. പക്ഷേ കറണ്ടിൻ്റെ വാല്യൂ കൂടിയപ്പോൾ, കറണ്ട് വാല്യൂ ഒരു അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു വാല്യൂ വന്നപ്പോൾ എന്ത് സംഭവിച്ചാൽ കണ്ടക്ടർ ഹീറ്റ് ആവുകയും ആ കണ്ടക്ടർ ഹീറ്റ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് ഓംസ് ലോ വയലേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ വോൾട്ടേജിൽ ഒരു പ്രത്യേക ഒരു ചേഞ്ച് വന്നു. ആ ലീനിയർ പ്രൊപ്പോർഷണാലിറ്റിയിൽ നിന്നും വോൾട്ടേജ് ഒന്ന് മാറ്റം വന്നു. സോ ഇതാണ് ഈ ഒരു സോൾഡ് ലൈനാണ് കണ്ടക്ടറിൻ്റെ കേസിലുള്ള ഗ്രാഫ്. മറ്റൊരു ഐഡിയൽ കേസാണ്, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഐഡിയൽ കേസാണ്. ശരിക്കും നമുക്ക് കിട്ടുക ഇത്തരത്തിലുള്ളൊരു ചെറിയൊരു ഡീവിയേഷൻ കാണിക്കും. പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടായിരിക്കും, പക്ഷേ അറ്റ് പർട്ടിക്കുലർ കറണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഹൈ കറണ്ടിനൊക്കെ ചെറിയൊരു ഡീവിയേഷൻ കാണിക്കും. അതുകൊണ്ട് തന്നെ ഓംസ് ലോ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കണ്ടക്ടറിനെ തന്നെ നമുക്ക് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓമിക് കണ്ടക്ടേഴ്സും നോൺ ഓമിക് കണ്ടക്ടേഴ്സും. ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സാണ് ഓമിക് കണ്ടക്ടേഴ്സ്. ഓമിക് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഓംസ് ലോ ഒബേ ചെയ്യുക എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് എന്തായിരിക്കണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നോൺ ഓമിക് മീൻസ് ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഏതെങ്കിലും കണ്ടക്ടേഴ്സ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ ദേ ആർ കാൾഡ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. അപ്പോൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഓംസ് ലോയുടെ ഗ്രാഫ് വിച്ച് മീൻസ് വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് എന്തായിക്കൊള്ളണമെന്നില്ല, സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്നില്ല. ഓമിക് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് വി ഐ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് വി ഐ ഗ്രാഫ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. The conductors which obey Ohm's law are called ohmic conductors. The VI graph for ohmic conductors is a straight line. The conductors which do not obey Ohm's law are called non-ohmic conductors. The graph may not be linear. Example semiconductor devices like diode, thyristor, etc. നമുക്ക് ഇനി സെമികണ്ടക്ടർ ഡിവൈസിൻ്റെ ഡയോഡ്, തൈറിസ്റ്റർ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ തുടങ്ങിയിട്ടുള്ള ഡിവൈസിൻ്റെ കേസിലൊക്കെ എങ്ങനെയാണ് ആ ഒരു ഗ്രാഫിൻ്റെ ഷേപ്പ് നോക്കാം. നമ്മൾ പറഞ്ഞു ഓമിക് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷേ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ഗ്രാഫ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രാഫുകൾ എങ്ങനെയായിരിക്കും? അപ്പോൾ ആ ഗ്രാഫ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ആ ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് അറിയണം എങ്ങനെയായിരിക്കും എന്നുള്ളത്. സെമികണ്ടക്ടർ ഡിവൈസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മറ്റു പാഠത്തിൽ പഠിക്കുന്നുണ്ട്. എന്നിരുന്നാലും കൂടി ഇവിടെ നമുക്ക് അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി പോകാം. എങ്ങനെയാണ് ഡയോഡിൻ്റെ കേസിൽ വി ഐ ഗ്രാഫ് വരുന്നത്, എങ്ങനെയാണ് തൈറിസ്റ്റിൻ്റെ കേസിൽ വി ഐ ഗ്രാഫ് വരുന്നതൊക്കെ. അപ്പോൾ ഇതുവരെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇനിയുള്ള പറയാനുള്ള കാര്യങ്ങളൊക്കെ കൂടി തന്നെ നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ എന്ന് പറഞ്ഞ ഹെഡിങ്ങിനുള്ളിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. പരീക്ഷ ചോദിക്കുമ്പോൾ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് എഴുതാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ നമ്മൾ ഈ ജനറൽ ഐഡിയ ആണ് ഇതിൽ പറഞ്ഞു. ഓക്കെ, ഓംസ് ലോ എന്താണ്, ഓംസ് ലോയുടെ ലിമിറ്റേഷൻ എന്താണെന്നൊക്കെ ജനറൽ ഐഡിയ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് പോയിന്റ് വൈസ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് പോയിന്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ്, ദ ലോ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു യൂണിലാറ്ററൽ നെറ്റ്വർക്ക്സ് വിച്ച് അലോ ദ കറന്റ് ടു ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ. Such network consists of elements like a diode, transistor, etc. ഈ പറഞ്ഞതിനർത്ഥം ഓംസ് ലോ അപ്ലിക്കബിൾ അല്ലാത്ത, ഓംസ് ലോ ഒബേ ചെയ്യാത്ത, അപ്ലിക്കബിൾ അല്ലാത്ത നെറ്റ്വർക്ക്സ് ആണ് യൂണിലാറ്ററൽ നെറ്റ്വർക്ക്സ്. യൂണിലാറ്ററൽ നെറ്റ്വർക്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിന് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്യാൻ ചിലപ്പോൾ പെർമിറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് യൂണിലാറ്ററൽ നെറ്റ്വർക്ക്സ്. യൂണി സ്റ്റാൻഡ്സ് ഫോർ സിംഗിൾ, അപ്പോൾ ഒരു വൺ ഡയറക്ഷനിലാണ്, വൺ വേ എന്നുള്ള രീതിയിലാണ് യൂണിലാറ്ററൽ സ്റ്റാൻഡ്. ബൈ എന്നുള്ള വാക്ക് വരുമ്പോഴാണ് ബോത്ത്, ഡബിൾ എന്നുള്ള വാക്ക് വരുന്നത്. അപ്പോൾ യൂണിലാറ്ററൽ നെറ്റ്വർക്കിൽ
വൺ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ അറ്റ് പർട്ടിക്കുലർ കണ്ടീഷൻസ്. അത്തരം നെറ്റ്വർക്കിൽ ഓംസ് ലോ വയലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓംസ് ലോ അപ്ലിക്കബിൾ അല്ല. അത്തരത്തിലുള്ള നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, യൂണിലാറ്ററൽ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് എലമെൻറ്റുകളാണ് ഡയോഡ്, ട്രാൻസിസ്റ്റർ തുടങ്ങിയവ. ഞാൻ പറഞ്ഞു ഈ ഡയോഡിനെ ട്രാൻസിസ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു പാഠത്തിൽ പഠിക്കും. സോ വാക്ക് ഓർത്തിക്കുക, ഡയോഡ്, ട്രാൻസിസ്റ്റർ തുടങ്ങിയവയൊക്കെ യൂണിലാറ്ററൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നു. അത്തരം നെറ്റ്വർക്കുകളിൽ ഓംസ് ലോ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ അവിടുത്തെ ഗ്രാഫ് സ്വാഭാവികമായിട്ടും വി ഐ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവില്ല. അവിടുത്തെ വി ഐ ഗ്രാഫാണ്. ഡയോഡിൻ്റെ കേസിലുള്ള ഒരു വി ഐ ഗ്രാഫാണ് ഈ വരച്ചുള്ളത്. ട്രാൻസിസ്റ്ററിൻ്റെ കേസിലും നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ രണ്ട് തരത്തിലുള്ള ഗ്രാഫുകൾ ഉണ്ടാവാറുണ്ട്, ഔട്ട്പുട്ട് ഗ്രാഫും ഇൻപുട്ട് ഗ്രാഫും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊരു ബോധേടാവണ്ട. തൽക്കാലം ഡയോഡിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊരു ലീനിയർ ഗ്രാഫ് അല്ല എന്നുള്ളത്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, Ohm's law is also not applicable to non-linear elements which do not have current exactly proportional to the applied voltage. So the resistance of those elements changes for different values of voltage and current. Example, thyristor. Ohm's law applicable അല്ലാത്ത മറ്റൊരു തരം എലമെൻ്റ് ആണ്. മുമ്പ് നമ്മൾ പറഞ്ഞത് ഡയോഡും അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ Ohm's law applicable അല്ലാത്ത മറ്റൊരു എലമെൻ്റ് ആണ് തൈറിസ്റ്റർ. ഈ ഡയോഡിനെയും ട്രാൻസിസ്റ്ററിനെയും തൈറിസ്റ്ററിനൊക്കെ നമ്മൾ ഒരുമിച്ച് ക്ലാസിഫൈ ചെയ്തത് തൊട്ട് മുമ്പ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓമിക് കണ്ടക്ടേഴ്സും നോൺ ഓമിക് കണ്ടക്ടേഴ്സും നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന കാറ്റഗറിയിലാണ് ഇതൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ഓംസ് ലോ ഒബേ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യാത്ത ആ കണ്ടീഷൻസ് ആണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് യൂണിലാറ്ററൽ നെറ്റ്വർക്ക് ഉണ്ടാകാൻ യൂണിലാറ്ററൽ നെറ്റ്വർക്കിൽ ഓംസ് ലോ ഒബേ ചെയ്യില്ല. രണ്ടാമത്തത് നോൺ ലീനിയർ എലമെൻറ്റ്സ് ഉപയോഗിച്ചുള്ള സർക്യൂട്ടിൽ എന്ത് ചെയ്യില്ല, ഓംസ് ലോ ഒബേ ചെയ്യില്ല. അവിടെ കറണ്ട് വോൾട്ടേജും പ്രൊപ്പോർഷണൽ ആവില്ല. റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഡിഫറെൻറ്റ് വാല്യൂസിൽ റെസിസ്റ്റൻസുകൾ പലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ്, തൈറിസ്റ്ററിൻ്റെ ഗ്രാഫ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ഗ്രാഫ് കണ്ട് തിരിച്ചറിയണം ഓരോന്നിൻ്റെ ഗ്രാഫ്. ഡയോഡിൻ്റെ ഗ്രാഫ് തൊട്ട് മുമ്പ് വരച്ചിട്ടുണ്ടായിരുന്നു, ഇത് വരയ്ക്കുന്ന തൈറിസ്റ്ററിൻ്റെ ഗ്രാഫാണ്. തൈറിസ്റ്ററിൻ്റെ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം, ആസ് യു ക്യാൻ സീ, ഇവിടെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ തന്നെ രണ്ട് കറണ്ട് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വോൾട്ടേജിൽ ഇതൊരു വാല്യൂ കറണ്ട് വരുന്നുണ്ട്, ദെൻ അതേ വോൾട്ടേജ് തന്നെ മറ്റൊരു വാല്യൂ കറണ്ടും അല്പസമയത്തിനുള്ളിൽ വരുന്നുണ്ട്, അതേ വോൾട്ടേജ് തന്നെ വേറൊരു കറണ്ടും വരുന്നുണ്ട്. സോ ഇവിടെ ഒന്നും തന്നെ VI എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആവില്ല, വിച്ച് മീൻസ് റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. തൈറിസ്റ്ററിൻ്റെ കേസിൽ തൈറിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സർക്യൂട്ടിൽ പല സമയത്തും പലതരത്തിലുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും. സോ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. തേർഡ് പോയിന്റ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത്, the relation between voltage and current depends on the sign of voltage. In other words, if I is the current for a certain voltage, then reversing the direction of voltage keeping its magnitude fixed does not produce a current of the same magnitude as current in the opposite direction. Example, in the case of a diode. ഇത് പറയുന്നത് ചില കേസുകളിൽ വോൾട്ടേജും കറണ്ടും തമ്മിൽ പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടാവാം. അപ്പോൾ അല്ലെങ്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിൽ നമ്മളൊരു ഗ്രാഫ് വരച്ചു, അതും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കറണ്ടിലുള്ള വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്തു, ദെൻ വോൾട്ടേജിനെ നമ്മൾ റിവേഴ്സ് ചെയ്തപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 10 വോൾട്ടിൽ നമ്മൾ കറണ്ട് മെഷർ ചെയ്തു. 10 വോൾട്ടിലെ കറണ്ട് നമുക്കൊരു 0.5 ആംബിയർ എന്ന് കിട്ടി വെച്ചോളൂ. 10 വോൾട്ടിലെ കറണ്ട് കിട്ടിയത് 0.5 ആംബിയർ ആണ്. ദെൻ നമ്മൾ വോൾട്ടേജിനെ റിവേഴ്സ് ചെയ്തു. വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുക പറഞ്ഞാൽ പ്ലസ് മൈനസും സൈൻ മാറ്റി സെല്ല് തിരിച്ച് കണക്ട് ചെയ്തു. സോ നേരത്തെ പ്ലസ് 10 വോൾട്ട് ആയിരുന്നു, ഇപ്പോൾ ഇത് -10 വോൾട്ടായി. -10 വോൾട്ട് ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്രയാണ്? 0.5 ആംബിയറിന് പകരം -0.5 ആംബിയർ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവണം. വോൾട്ടേജ് റിവേഴ്സ് ചെയ്തപ്പോൾ കറണ്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ കണക്ട് ചെയ്ത സെല്ല് തിരിച്ച് കണക്ട് ചെയ്തപ്പോൾ പ്ലസ് മൈനസ് മാറി കണക്ട് ചെയ്തപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോയും മാറിയിട്ടുണ്ടാവും. കറണ്ട് പക്ഷേ അതേ വാല്യൂ തന്നെ ആവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചില കേസുകളിൽ ചില ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകളിൽ അല്ലെങ്കിൽ ചില സർക്യൂട്ടുകളിലൊന്നും അത്തരത്തിലുള്ള ഒരു കാര്യം സാധിക്കുന്നില്ല. കറണ്ടിൻ്റെ വാല്യൂ പഴയ വാല്യൂ തന്നെ ആവണമെന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് കറണ്ട് മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെ ആവണം, സെയിം വോൾട്ടേജ് തന്നെയാണല്ലോ, ഡയറക്ഷൻ മാറിയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ സൈൻ മാറിയിട്ടേ ഉള്ളൂ, അപ്പോൾ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആവണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അങ്ങനെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എക്സാമ്പിൾ ഇൻ ദി കേസ് ഓഫ് ഡയോഡിൻ്റെ കേസിലാണ് ഉണ്ടാവാനുള്ള കാരണം എന്താ?
കാരണം ഡയോഡ് യൂണിലാറ്ററൽ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഒരു എലമെൻ്റ് ആണ്. യൂണിലാറ്ററൽ നെറ്റ്വർക്കിൽ വൺ ഡയറക്ഷനിലെ കറണ്ട് ഫ്ലോ ചെയ്യാൻ അനുവദിക്കുള്ളൂ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ കറണ്ടിന് വളരെ വലിയ റെസിസ്റ്റൻസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും ഒരു ഡയറക്ഷനിലെ കറണ്ടിൻ്റെ വാല്യൂ കൂടുതലും മറ്റു ഡയറക്ഷനിലെ കറണ്ടിൻ്റെ വാല്യൂ കുറവായിരിക്കും. നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു പാഠത്തിൽ പഠിക്കും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഡയോഡ് ഒരേ വോൾട്ടേജ് അതിൻ്റെ സൈൻ മാറുമ്പോൾ കറണ്ടിൻ്റെ സൈൻ മാറുന്നില്ല. കറണ്ടിൻ്റെ സൈൻ മാറുന്നു, പക്ഷേ മാഗ്നിറ്റ്യൂഡിലും മാറ്റം വരുന്നു. Then now the fourth point, the relation between voltage and current is not unique. That is, there is more than one value of voltage for the same current I. ഒരേ കറണ്ടിന് തന്നെ പലതരത്തിലുള്ള വോൾട്ടേജ് ഉണ്ടാവുക. എ മെറ്റീരിയൽ എക്സിബിറ്റിംഗ് സച്ച് എ ബിഹേവിയർ ഈസ് ഗാലിയം ആർസനൈഡ്. നിങ്ങൾക്കറിയാം ഗാലിയം, ഇന്ത്യൻ താലിയം ഒരു ഗ്രൂപ്പിൽപ്പെട്ടാണ്. ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് മറ്റൊരു ഗ്രൂപ്പിൽപ്പെട്ടാണ്. പെൻറ്റാവാലന്റ്, ട്രൈവാലന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. അപ്പോൾ അതിന് സെമി കണ്ടക്ടർ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് നമ്മളതൊക്കെ മറ്റൊരു പാഠത്തിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യും. അതിലും ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ടിൻ്റെ ആ ഒരു എക്സിബിറ്റ് ചെയ്യുന്ന വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് സംതിങ് ലൈക്ക് ദാറ്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഏകദേശം. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പർട്ടിക്കുലർ കറണ്ടിന് ഇവിടെ ഒരു കറണ്ട് എടുക്കുകയാണെങ്കിൽ ആ കറണ്ടിന് ഒന്നിൽ കൂടുതൽ വോൾട്ട്, ഇവിടെ വോൾട്ടേജ് വാല്യൂ വരുന്നു, ഇവിടെ വോൾട്ടേജ് വാല്യൂ വരുന്നു, ഈ കർവനും മുളിക്കുന്നു, ഇവിടെ വോൾട്ടേജ് വാല്യൂ വരുന്നു അല്ലേ. സോ ഇവിടെ മാത്രം ഇത്തിരി ഭാഗത്ത് മാത്രമേ ഒരു പ്രൊപ്പോർഷണാലിറ്റി കാണുന്നുള്ളൂ. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി ഇല്ലാത്ത ഭാഗം, അത് നോൺ ലീനിയർ റീജിയൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി ഇല്ലാത്ത ഭാഗമാണ്, ലീനിയറല്ല. ഇത് ഇവിടെ അത് ഓപ്പോസിറ്റ് വരുന്നു, വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയുന്ന റീജിയനാണ്, അപ്പോൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനാണ്. സോ ദിസ് ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് റെപ്രസെൻറ്റ്സ് ദാറ്റ് ദീസ് മെറ്റീരിയൽസ് ഡു നോട്ട് ഒബേ ഓംസ് ലോ. നമ്മൾ പറഞ്ഞതൊക്കെ 4 കേസ് പറഞ്ഞു, 4 പോയിന്റുകൾ പറഞ്ഞത് ആ സാഹചര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഓംസ് ലോ ഒബേ ചെയ്യാത്ത സാഹചര്യങ്ങളാണ്. സോ ഓംസ് ലോ ഒബേ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 4 പോയിന്റ് 4 തരത്തിലുള്ള ഗ്രാഫ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഓംസ് ലോ എന്തുകൊണ്ട് ബേസിക് ലോ ആവുന്നില്ല എന്ന് പറഞ്ഞ കാരണം ഓംസ് ലോ ഈസ് ഒബേഡ് ഓൺലി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എക്സെട്ര, വിച്ച് മീൻസ് ഫിസിക്കൽ കണ്ടീഷൻസ് കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ മാത്രമേ ഓംസ് ലോ ഒബേ ചെയ്യുന്നുള്ളൂ. ഓംസ് ലോ എല്ലാ കണ്ടക്ടേഴ്സും ഒബേ ചെയ്യുന്നില്ല. ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സിനുള്ള ഓമിക് കണ്ടക്ടേഴ്സും ഓംസ് ലോ ഒബേ ചെയ്യാത്ത നോൺ ഓമിക് കണ്ടക്ടേഴ്സും വിളിക്കും. നോൺ ഓമിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിളായിട്ടാണ് നമ്മൾ 4 കേസുകൾ പറഞ്ഞുള്ളത്. 4 തരത്തിലുള്ള ഗ്രാഫുകൾ നമ്മൾ പ്ലോട്ട് ചെയ്തു. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. 4 പോയിന്റ് ഓർത്ത് വയ്ക്കുക, 4 സിറ്റുവേഷൻസ് ഓർത്ത് വയ്ക്കുക, ഓമിക്കും നോൺ ഓമിക്കും എന്നുള്ള വാക്ക് ഓർത്ത് വയ്ക്കുക, എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക. ജനറലായിട്ട് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ എപ്പോഴും ഓംസ് ലോ ഒബേ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ഹൈ കറണ്ടിൽ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഓംസ് ലോ ഒബേ ചെയ്യില്ല. ദർ വിൽ ബി എ സ്ലൈറ്റ് ഡീവിയേഷൻ ഫ്രം ദ ലീനിയർ ഗ്രാഫ്. അപ്പോൾ പ്രൊപ്പോർഷണലി ഒരു ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായിരിക്കും. ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ ഓംസ് ലോ ഈസ് നോട്ട് എ ബേസിക് ലോ ഇൻ നേച്ചർ. ഇതിന് ഓംസ് ലോ ഡെറിവേഷൻ പറഞ്ഞു. ഓംസ് ലോ ഡെറിവേഷൻ കൃത്യമായിട്ട് പഠിക്കുക. റെസിസ്റ്റൻസിനും റെസിസ്റ്റിവിറ്റിക്കും ഒക്കെ നമുക്ക് മറ്റു പല ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ആ ഇക്വേഷൻസ് പഠിക്കണം നിർബന്ധമായിട്ടും. അത് നിങ്ങൾക്ക് കോമ്പറ്റീവ് എക്സാമിനേഷൻ അത് ഉപകാരപ്പെടും. പ്രോബ്ലം സോൾവ് ചെയ്യാൻ അത്തരം ഇക്വേഷൻ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.